ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62:3 നമുക്കിന്ന് ധ്യാനിക്കാം. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായി, നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. എത്രയോ മനോഹരമായ ഒരു തിരുവചനമാണിത്. നമ്മുടെ ഓരോരുത്തരെ നോക്കി ദൈവം പറയുകയാണ്, കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും, നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. പ്രിയപ്പെട്ടവരെ, യെശയ്യാ 62:4 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു. നാം ഓരോരുത്തരും യഥാർത്ഥത്തിൽ ആരാണ്, എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു തിരുവചന ഭാഗമാണിത്. ദൈവത്തിൻ്റെ ഈ വെളിപ്പെടുത്തലാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ടത്, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും പിശാച് നമ്മളെ നോക്കി പറയുന്നത് നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കരുത്, നമ്മൾ ചിന്തിക്കരുത്. പിശാച് നമ്മളെ നോക്കി എപ്പോഴും പറയും, നീ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കില്ല, വിജയിക്കില്ല, അധോഗതി മാത്രമേ നിനക്ക് ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ, നീ ഒരിക്കലും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ലല്ലോ, നിന്നെ ഒന്നിനും കൊള്ളില്ല, നിനക്കൊരു കഴിവുമില്ല, നിനക്കൊരു സാധ്യതകളുമില്ല, നീ ജീവിതത്തിൽ ഇനി ഉയരാൻ പോകുന്നില്ല. ഇങ്ങനെ ഒരു 100 നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പിശാച് പറഞ്ഞു തരും. അത് നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുത്തും, അസ്വസ്ഥപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നമ്മളൊരിക്കലും സങ്കടത്തോടെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ക്രിസ്മസ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഹൃദയത്തിൽ കൊണ്ടു നടക്കാനുള്ളതാണ്. അത് ഞാൻ എൻ്റെ ദൈവത്തിന് എത്രമാത്രം വിലപ്പെട്ടവളും പ്രിയങ്കരനും പ്രിയങ്കരിയും അമൂല്യമാണെന്നുള്ള ആ ശക്തിപ്പെടുത്തുന്ന, ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ വിലയും മഹത്വവും വെളിപ്പെടുത്തി തരുന്ന തിരുവചനം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കാം, നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഇതുണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.